ഹേ ഓൾ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സാക്കിയുടെ ഒരു കുഞ്ഞ് ബർത്ത് സ്റ്റോറിയും പിന്നെ എനിക്കുണ്ടായ ചെറിയ ചെറിയ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റേജിൽ കൂടെ ഒരുപാട് പേര് കടന്നു പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കടന്നു പോകാൻ പോണവരോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷവും 3 മാസവും ഒക്കെ ആയി. കഴിഞ്ഞ ഫെബ്രുവരി 17-നായിരുന്നു എനിക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഡോക്ടർ നേരത്തെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. കാരണം അവൻ പൂപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ കാരണം എൻ്റെ അടുത്ത് നേരത്തെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 6-നാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. എൻ്റെ ഡെലിവറി കിൻഡർ ഹോസ്പിറ്റലിലായിരുന്നു, കൊച്ചി. 6-ന് ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ട്യൂബ് ഇട്ടത്. അത് ട്യൂബ് ഇടുന്നത് ശരിക്കും ലേബർ റൂമിലൊക്കെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ട്യൂബൊക്കെ ഇടുന്നത്. ഇത് വികസനം വരാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ട്യൂബ് ഇടുന്ന ഒരു പ്രക്രിയ അവർ ചെയ്യാന്ന് പറഞ്ഞത്. ആൻഡ് ട്യൂബ് ഇട്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര പെയിൻ വന്നു തുടങ്ങിയായിരുന്നു. പക്ഷേ വികസനം കുറവായിരുന്നു. ആൻഡ് ട്യൂബ് ഇട്ട് കഴിഞ്ഞ് പിന്നെ പീരിയഡ്സ് ആവണ പോലത്തെ ഒരു പെയിൻ ആയിരിക്കും നമുക്ക് ട്യൂബ് ഇട്ട് കഴിയുമ്പോൾ. പിന്നെ ട്യൂബ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ പീരിയഡ്സ് ആവണ പെയിൻ വരാനും തുടങ്ങി. പിന്നെ എനിക്ക് വൊമിറ്റിംഗ് വന്നു, ലൂസ് മോഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വയറുവേദനയേക്കാൾ കൂടുതൽ നടുവേദനയായിരുന്നു. പിന്നെ നടുവേദന എടുത്ത് 2 മണിയായപ്പോൾ ഉറങ്ങി. പിന്നെ എണീറ്റു. സത്യം പറഞ്ഞാൽ പകുതി ഓർമ്മയില്ല. ഒരു കുറച്ച് ബോധം കെട്ട അവസ്ഥയായിരിക്കും ആ പെയിനിന്റെ ഒരു ശക്തി കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വെളുപ്പിനാണ് ലേബർ റൂമിലേക്ക് മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ട്യൂബ് ഊരി. അപ്പം എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ അവർ മരുന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ലേബർ റൂമിൽ നിന്ന് പിന്നെ പുറത്തേക്ക് വിടില്ല എന്ന്. സോ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ സമയത്ത് നമ്മുടെ ഹസ്ബൻഡും ഉമ്മച്ചി എല്ലാവരും കൂടെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര അതാണ് നമുക്ക് ഏറ്റവും ആ സമയത്ത് കൂടെ വേണ്ടത്. അപ്പോൾ പുറത്തേക്ക് ഇറക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡിനെ കൂടെ കയറ്റുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പെയിൻ വന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മോർണിംഗ് ഒക്കെ ആയപ്പോഴത്തേക്കും 4 സെന്റിമീറ്റർ വികസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇടയ്ക്ക് ചെറിയ പെയിൻ വരും, പിന്നെ പോവും, ചെറിയ പെയിൻ വരും പോവും, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര പെയിനായിട്ട് വരാൻ തുടങ്ങിയത്. അതായത് ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ. പിന്നെ വേറൊരു ഏറ്റവും പേടിപ്പിക്കുന്ന സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇടയ്ക്ക് വന്നിട്ട് PV ചെയ്യും. വികസനം വന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് PV ചെയ്യും. അതാണ് ഏറ്റവും എനിക്ക് ഇപ്പോഴും എന്നെ ഭയപ്പെടുത്തുന്ന കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി പെയിനിലിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് PV കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ആലോചിക്കാൻ കൂടി വയ്യ അത് എങ്ങനെയാ ആ സ്റ്റേജൊക്കെ കടന്നു പോയെന്ന് ഓർത്തിട്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ PV ചെയ്തപ്പോഴാണ് ഡോക്ടർ ആ ഫ്ലൂയിഡ് ഒന്ന് പൊട്ടിച്ചു. അപ്പോഴാണ് അവൻ പൂപ്പ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ. അങ്ങനെ ഓപ്പറേഷന് കയറ്റി. ഒരു 1 അവർ നോക്കി. 1 അവർ നോക്കിയിട്ട് പിന്നെ ഓപ്പറേഷന് കയറ്റി. ആ സമയത്ത് ഫുള്ള് കരച്ചിലായിരുന്നു. കാരണം അത്രയും പെയിൻ നമ്മൾ തലേ ദിവസം തൊട്ടേ സഹിച്ചിട്ട് പ്രസവം എന്നുള്ളൊരു പ്രോസസ്സ് നടന്നില്ല. ഓപ്പറേഷന് കയറ്റി. 1 അവർ നോക്കി. 1 അവർ അവർ മാക്സിമം നോക്കി. പക്ഷെ അത് പറ്റിയില്ല. കാരണം പൂപ്പ് ചെയ്തിട്ട് ബേബി വയറ്റിൽ കിടക്കുകയാണെങ്കിൽ അവർക്ക് ശ്വാസം മുട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ പിന്നെ നമ്മൾ നോക്കിയില്ല, സിസേറിയന് കയറ്റി. പിന്നെ സിസേറിയന് കയറ്റിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഡെലിവറി പെയിനിലിരിക്കുകയാണ്. അപ്പം നമുക്ക് C-സെക്ഷന് ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ നടു ശരിക്കും വളച്ചിട്ട് വേണം ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് നടു ഒന്ന് വളയ്ക്കാനായിട്ട് പറ്റുന്നുണ്ടായില്ല ആ പെയിനിൻ്റെ ശക്തി കൊണ്ട്. പിന്നെ മൂത്രം പോകാനായിട്ട് നമുക്ക് ട്യൂബ് ഇട്ടിട്ടുണ്ടാവും. എല്ലാം കൂടി ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ എങ്ങനെയൊക്കെയോ ഡോക്ടർമാർ വളച്ച് ഇഞ്ചക്ഷൻ എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഇവിടുന്ന് ഒരു താഴത്തേക്ക് ഒരു മരവിപ്പാണ്. മരവിപ്പ് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, അനസ്തേഷ്യ തന്നു. പിന്നെ ഫുൾ മരവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പകുതി ബോധത്തിലായിരുന്നു. ആൻഡ് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ നല്ല കെയറിങ് ആയിരുന്നു. എൻ്റെ C-സെക്ഷൻ ചെയ്തത് ഡോക്ടർ സ്മിതയാണ്. അപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മെയിൽ ഡോക്ടർ ഉണ്ടായിരുന്നു. ആളുടെ പേര് എനിക്കറിയില്ല. ആ സമയത്ത് അവിടെ വന്നതാണ്. അപ്പോൾ ആള് ശരിക്കും ഭയങ്കര കെയറിങ് ആയിരുന്നു. കാരണം ആ സമയത്ത് നമുക്ക് ഈ ഇങ്ങനൊരു പ്രസവത്തിന് വേണ്ടി കിടന്നിട്ട് പെട്ടെന്ന് ഓപ്പറേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടൊരു പേടി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ തലയൊക്കെ തടവി തന്ന് പോട്ടെ, സാരില്ല, ഇപ്പൊ കഴിയും എന്ന് പറഞ്ഞ് പിന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ അവർ സാക്കിനെ പുറത്തെടുത്തു. അപ്പൊ തന്നെ എനിക്ക് ആദ്യം തന്നെ അവന്റെ കരച്ചിലാണ് കേട്ടത്. അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞു ഒരു 5 ഇറ്റ്സ് ബോയ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് സന്തോഷിക്കണോ സങ്കടം എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര ഷിവറിങ് ഒക്കെ ആയിരിക്കും ആ സമയത്ത് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോൾ. എന്നിട്ട് പിന്നെ ഡോക്ടർ ബേബീനെ എടുത്തു. എനിക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ അവർ ബേബീനെ കൊണ്ടുപോയി. പിന്നെ എൻ്റെ ബാക്കി സ്റ്റിച്ചൊക്കെ ചെയ്തു.
പിന്നെ എനിക്ക് റൂമിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്ത് ഒരു 24 hour ഒബ്സർവേഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഒബ്സർവേഷൻ്റെ ഇടയ്ക്ക് അവർ സാക്കിനെ എനിക്ക് കൊണ്ടുവന്ന് തരും, പിന്നെ ആശിമ തരും, പിന്നെ ഫീഡ് ചെയ്തു. അങ്ങനെ ഒരു 24 മണിക്കൂർ അങ്ങനെ കടന്നുപോയി. എനിക്ക് എങ്ങനെയെങ്കിലും അവനെ കണ്ടാൽ ഈ റൂമിലെത്തിയാൽ മതി എന്നൊക്കെ ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ അകത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സി സെക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അവിടെ നിന്ന സിസ്റ്റർ മിഞ്ചു, ആളെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആള് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ആ സമയത്ത്. കാരണം ആ 24 hours എൻ്റെ കൂടെ സിസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സെപ്പറേറ്റ് റൂമിൽ നമുക്ക് വേണ്ടിയിട്ട് അവർ നോക്കാൻ നിർത്തിയേക്കണമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സി സെക്ഷൻ ആയിരുന്നു, എനിക്കിനി ഭാവിയിലേക്ക് നല്ല പെയിൻ ആയിരിക്കും, എനിക്കിപ്പോൾ നടുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എൻ്റെ അടുത്ത്, അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, സി സെക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിലും നമ്മുടെ സിറ്റിംഗ് പൊസിഷൻ അതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് വേദന വരുന്നത്. അതായത് നമ്മളിപ്പോൾ പാലൊക്കെ കൊടുക്കാനിരിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ചെയറിൽ പില്ലോയൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് ഒരുപാട് പെയിനൊന്നും വരില്ല. നമ്മൾ ഒരുപാട് ബെൻഡായിട്ട് ഇരിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആൾ പറഞ്ഞു, സി സെക്ഷൻ ആണെങ്കിലും നോർമൽ ഡെലിവറിക്ക് ആണെങ്കിലും അതിൻ്റെതായ പെയിൻ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗാണ്, എല്ലാവരും വന്ന് നമ്മുടെ അടുത്ത് പറയും, സി സെക്ഷൻ എളുപ്പമായിരുന്നല്ലോ, നോർമൽ ഡെലിവറി ചെയ്യാമല്ലോ, അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യും, പക്ഷെ അത് മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ അനുഭവിച്ച പെയിൻ നമുക്കാണ് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു സിസ്റ്റർ മിഞ്ചു. ആളുടെ പേര് ഇതുവരെയായിട്ട് മറന്നിട്ടില്ല. എനിക്ക് ഭയങ്കര ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കണ ഒരു പേരാണ്. കാരണം നമ്മുടെ പ്രഗ്നൻസി സമയത്തും ആ ഒരു ഡെലിവറി കഴിഞ്ഞ സമയത്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും നമ്മൾ മറക്കില്ല. ആ സമയം നമ്മുടെ നെഗറ്റീവ് അടിച്ച ആൾക്കാരെ നമ്മൾ ഒരിക്കലും മറക്കൂല. അങ്ങനെ സി സെക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ സിസ്റ്റർ എന്നെ ഓക്കെ ആക്കിയിട്ടാണ് അവിടെ വിട്ടത്. പിന്നെ നമുക്കൊരു ഫസ്റ്റ് വാക്കുന്ന ഒരു സംഭവമാണ് സി സെക്ഷന് ശേഷം. അത് അടിപൊളിയാണ്, നല്ല അടിപൊളി വേദനയായിരിക്കും. അതിൽ നിന്ന് റിക്കവർ ആയാൽ പിന്നെ നമ്മൾ കുറച്ച് ഓക്കെ ആവും. പിന്നെ ആ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞ വേറെ ഒരു കാര്യമുണ്ട്, നമുക്ക് വേദനയാണെന്ന് വെച്ചിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ സി സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഫുൾ പെയിൻ ആയിരിക്കും ജീവിതം മുഴുവൻ. അല്ലാതെ നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് ഓക്കെയാണ്, നമുക്ക് നടക്കാനായിട്ട് പറ്റുമെന്ന് ഓർത്ത് ഒരു 2-3 ദിവസം കുറച്ച് വേദന സഹിച്ച് നടക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഓക്കെ, പിന്നെ നമ്മളൊരു നോർമൽ പേഴ്സൺ ആയിരിക്കും. അതും ആ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത് കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ചെയ്തു. എനിക്ക് പിന്നെ അങ്ങനെ പെയിനൊന്നും ഉണ്ടായില്ല. സി സെക്ഷൻ കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, യൂറിൻ പാസ് ചെയ്യാനായിട്ട്, അത് നോർമൽ ഡെലിവറിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ സി സെക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് യൂറിൻ പാസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫുൾ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ടാണ് അവർ ആ സ്ഥലത്ത് നിന്ന് വിടുള്ളൂ. പിന്നെ നമ്മൾ റൂമിലെത്തി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റിയൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ലോകത്തേക്കേ പോകണം. അപ്പോൾ നമ്മളിങ്ങനെ തുള്ളിച്ചാടി നടന്ന ഒരു അപ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ച് നടന്ന ഒരു ലൈഫിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ വേറൊരു ലൈഫിലേക്ക് എത്തുമ്പോൾ അത് ഭയങ്കര ഒരു ഇതാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണ്. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സാധനം ശരിക്കും ഉള്ളതാണ്. നമ്മളത് കല്യാണത്തിന് മുമ്പും അല്ലെങ്കിൽ ഡെലിവറി പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ നമ്മളിത് കേൾക്കുമ്പോൾ ഇത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഇങ്ങനെ കരയാനൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ആൻഡ് അത് റിയൽ ആണ് ഗൈസ്. അത് എന്തായാലും പ്രഗ്നൻസി കഴിഞ്ഞ ഒരാൾക്ക് അത് ഷുവറായിട്ടും വരും. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഇരുന്നോളാം എപ്പോഴും. അതായത് എപ്പോഴും പോസിറ്റീവ് മൈൻഡായിട്ട് ഇരിക്കാം ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഡിപ്രഷൻ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മെയിനായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ക്രാക്ക് വന്നായിരുന്നു. പിന്നെ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചായിരുന്നു ഞാൻ. അപ്പോൾ അത് ഒരുപാടായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ക്രാക്ക് വന്നു. പിന്നെ നിപ്പിൾ ഷീൽഡ് കുറേ നാൾ ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ട് എനിക്ക് കുറേയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് ഡിപ്രഷൻ്റെ ഒരു കാരണം. പിന്നെ മെയിനായിട്ട് എനിക്ക് സി സെക്ഷൻ കഴിഞ്ഞാലും പെട്ടെന്ന് ചാടി, ബേബി രാത്രിയാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ കരച്ചിലായിരുന്നു, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചാടി ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഫസ്റ്റത്തെ ദിവസമൊക്കെ ഇരുന്ന് കൂടെ കരയും. അങ്ങനത്തെ ഒരു കുറച്ച് ദിവസങ്ങൾ, ഒരു 1 month ഒക്കെ അങ്ങനെ കടന്നുപോയി. വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ആ അവസ്ഥ തന്നെയായിരുന്നു. പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പകുതിയല്ല ഫുൾ ആശ്വാസമായിരിക്കും. ഹസ്ബൻഡും നമുക്ക് കൊച്ചിനെ നോക്കാനുള്ള നല്ല ആളുകളാണെങ്കിൽ നമുക്ക് പകുതി ആശ്വാസം ഉണ്ടാവും. പിന്നെ ഈ രാത്രി എനിക്കല് ഉറക്കമില്ലായ്മ, അതാണ് മെയിനായിട്ട് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാനുള്ള വേറൊരു റീസൺ. നമ്മൾ രാത്രി ഫുള്ള് കിടന്ന് ഇങ്ങനെ ഉറങ്ങിയിട്ട് പെട്ടെന്ന് രാത്രി ഇങ്ങനെ 1 hour കൂടുമ്പോൾ ഇങ്ങനെ എണിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര
നിങ്ങൾക്കറിയാലോ, രാത്രി നമുക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ രാത്രി ഉറങ്ങിയിട്ട് പെട്ടെന്ന് ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാണ്. പിന്നെ നമുക്ക് ഉറക്കവും ഇല്ല, ഒന്നുമില്ല, ഫീഡിങ് ഫുൾ ടൈം, ചില സമയത്ത് പാലുണ്ടാവില്ല, അതിൻ്റെയൊക്കെ ടെൻഷൻ എല്ലാം കൂടി ആയിട്ട് ഒരു നല്ല രസമുള്ള അവസ്ഥയായിരിക്കും ഫസ്റ്റത്തെ 3 months. പിന്നെ മെയിനായിട്ട് ആ സമയത്ത് ഹസ്ബൻഡ് കൂടെ ഉണ്ടാവണം. നമുക്ക് വെറുതെ ആണെങ്കിലും നമുക്ക് ഹസ്ബൻഡ് വീട്ടിലേക്ക് ആ സമയത്ത് പോകാൻ പറ്റില്ല, പക്ഷെ എപ്പോഴും ഹസ്ബൻഡ് ഇങ്ങനെ കൂടെ ഉണ്ടാവണം എന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഹസ്ബൻഡ് വരുമ്പോൾ വെറുതെ കരയുക, വെറുതെ ഹഗ് ചെയ്തിട്ടൊക്കെ കരയുക. എന്തിനാന്ന് പോലും എനിക്കിപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് മനസ്സിലാവാനില്ല. ആദ്യത്തെ ഒരു 3 months അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട്, ഡെലിവറി കഴിഞ്ഞ ഫ്രണ്ട്സിനോട് ഇങ്ങനെ കുറേ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഉണ്ടാവും, എനിക്ക് എന്താ പറ്റിയെന്നൊക്കെ. അപ്പോൾ അവർക്കും സെയിം എക്സ്പീരിയൻസ്. അവർ പറഞ്ഞത് 3 മാസം ഇങ്ങനെ ആയിരിക്കും, പിന്നെ അത് ശീലമായിക്കോളും, അങ്ങനെ ഒരു ഇതായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി 3 months ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ ഇത് ഓക്കെ ആയിക്കോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ എനിക്കെല്ലാവരും പറയാനുള്ളത്, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അത് റിയൽ ആണ്. അത് പലവർക്കും പല രീതിയിൽ വരാം. ചിലവർക്ക് കുഞ്ഞുങ്ങളെ കൊല്ലാൻ വരെയും തോന്നിയിട്ടുണ്ടാവും, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. കാരണം ഈ അടുത്ത് നമ്മൾ കുറേ ന്യൂസ് അങ്ങനെയൊക്കെ കേട്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരെ ഉണ്ടാവും. അത് മറ്റുള്ളവരാണ് അവരെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് ഈ വീട്ടിൽ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോൾ പല വിസിറ്റേഴ്സും വരും. വിസിറ്റേഴ്സ് വന്നിട്ട് പല അഭിപ്രായങ്ങളും പറയും. അപ്പോൾ നമുക്ക് അതും ഈ പറഞ്ഞ പോലെ പല ഉപദേശം തരും. നമുക്ക് അതൊന്നും ആ സമയത്ത് കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ആ സമയത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ സമയത്ത് സപ്പോർട്ടാണ് വേണ്ടത്. അതായത് ഓരോരുത്തരുടെ അഭിപ്രായം, മറ്റാൾക്ക് ഇങ്ങനെയായിരുന്നു, മറിച്ചാൾക്ക് ഇങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ അഭിപ്രായം നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്കത് സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും ആ സമയത്ത് വേണ്ടത് കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും വീട്ടിൽ ഡെലിവറി ചെയ്ത് കിടക്കണേക്കെ നല്ലത് എന്തെങ്കിലും ഇങ്ങനെ ആയുർവേദമായിട്ട് കുറേ ഡെലിവറി കെയർ ഒക്കെ ചെയ്യേണ്ട സ്ഥലമുണ്ടല്ലോ. അപ്പോൾ എന്താ ഈ നീരൊഴിക്കൽ വൈദ്യശാല, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഒരു 40 days ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അവിടെ വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ എനിക്ക് എപ്പോഴും നല്ലത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ വിസിറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡിപ്രഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്. കാര്യം അവരുടെ മുമ്പിൽ നമ്മളിങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ചിന്തിച്ചിട്ട് നമ്മളത് ഓർത്തെടുക്കും. കാരണം നമുക്ക് ആ സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ആ സമയത്ത് നമ്മൾ ഫുൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും മൈൻഡിന് പോസിറ്റിവിറ്റി കൊടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് ഇവരിങ്ങനെ വന്ന് പറഞ്ഞു പോയ കാര്യങ്ങളും അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ആയിരിക്കും നമ്മുടെ മൈൻഡിൽ വരുന്നത്. പിന്നെ ഈ കൊച്ചുങ്ങൾ നിർത്താണ്ട് വരാൻ രാത്രികളുണ്ടെങ്കിലും പിന്നെ ഫുള്ള് നമ്മളുടെ ജീവിതമേ പോയി, എൻ്റെ ജീവിതം ഇവിടെ തീർന്നു, എനിക്കിങ്ങനൊരു ലൈഫില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെ തീർന്നു, ഇങ്ങനെ കൊച്ചിനെ നോക്കിയിരിക്കാനാണ് ഒരു ഇത്, അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് വരും. ഈ ഒരു ഇതിൽ കൂടെ എല്ലാവരും കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ ഈ ഒരു സമയം കടന്നു പോകും, ആ ഒരു ഡയലോഗ് എപ്പോഴും ഓർത്തിരിക്കുക. ഈ ഒരു 3 months നമുക്ക് പ്രശ്നമുള്ളൂ. പിന്നെ നമ്മളത് അഡ്ജസ്റ്റഡ് ആയിക്കോളും. അതിനു മുമ്പ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ പാറി പറന്ന് നടക്കുന്ന പക്ഷിയായിരുന്നു. പെട്ടെന്ന് കൂട്ടിലടിച്ചിട്ട് പോലെ ആവും ഒരു ആദ്യത്തെ ഒരു 3 months. അതായത് 90 കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ നമ്മൾ കൊച്ചിനെ കൊണ്ടൊക്കെ കുറച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. മിക്ക വീട്ടിലും അങ്ങനെയാണ്. പിന്നെ ചിലവർ ഇതിന് നേരത്തെ ഇറങ്ങും. ഞാനൊരു 3 months കഴിഞ്ഞപ്പോൾ തന്നെ ആളെയും കൊണ്ട് പുറത്തിറങ്ങി തുടങ്ങി. ആൻഡ് കുട്ടികളെയും കൊണ്ട് കൂടുതൽ നമ്മൾ പുറത്തിറങ്ങും. അപ്പോൾ അവർ പുറത്തെ ആളുകളൊക്കെ ആയിട്ട് ഇടപഴകാനും അങ്ങനത്തെ ശീലങ്ങളൊക്കെ പഠിക്കും. നമുക്കും പിന്നെ അവരെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ബർത്ത് സ്റ്റോറിയും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇത് ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രം ഞാൻ ഷെയർ ചെയ്തതാണ്. ഇത് കുറേ നാളായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു വീഡിയോ ആണ്. ആൻഡ് ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. സോ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. സോ see you in the next video. Bye bye.